ഹലോ, ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഞാനൊരു ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള ഒരു ഫിഷ് മോളി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്ന്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഫിഷ് മോളിയാണ്. ഫിഷ് മോളിയുടെ കൂടെ ഒന്നുകിൽ നമ്മൾ അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെയാണ് കൂടുതലും ഫിഷ് മോളി ഒന്ന് കോംബോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാനിന്ന് ഇടിയപ്പവും ഫിഷ് മോളിയാണ് ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ. സോ എല്ലാവർക്കും വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് രശ്മീസ് വ്ലോഗ്സ്. അപ്പം ഇടിയപ്പത്തിനുള്ള പൊടി കുഴച്ച് വെക്കാം. ഇടിയപ്പത്തിനുള്ള പൊടി എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നാൾ ഞാനൊരു പിടിയുടെ ഒരു ഇതിട്ടായിരുന്നു. അപ്പോൾ ആ പിടിയുടെ മാവിനും കുഴയ്ക്കുന്ന പോലെ തന്നെയാണ് ഇതും ഇടിയപ്പത്തിൻ്റെയും പൊടി കുഴയ്ക്കുന്നത്. അപ്പം ഞാനിത് അപ്പം പൊടിയാണ് വാങ്ങിച്ചിരിക്കുന്നത് നിറപറയുടെ. അതൊരു 1/4 കിലോ ഇല്ല കേട്ടോ, ഞാനൊരു 150 ഗ്രാം 200 ഗ്രാം എടുത്തിട്ടുള്ളൂ, കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ തിളച്ച വെള്ളം, ഇത്രയാണ് ഇതിന് വേണ്ടത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, കാരണം നമുക്കത് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം, കാരണം ഇടിയപ്പത്തിന് മയം കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് കുറച്ച് പൊടി എടുത്തിട്ടുള്ളൂ, ഒത്തിരി പൊടി എടുത്തിട്ടില്ല. അപ്പോൾ ഇതിവിടെ ഇനി വെയിറ്റ് ചെയ്യാം നമുക്ക്. കാരണം എന്താ വെച്ചാൽ ഇതൊന്ന് ചൂടാറണം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പം ഞാൻ ഇടിയപ്പത്തിനുള്ള പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട്. സോ ഇനിയിപ്പം നമുക്ക് ഫിഷ് മോളി ഉണ്ടാക്കാം. അപ്പോൾ ഫിഷ് മോളിക്ക് വേണ്ടിയിട്ട് ഞാൻ ആവോലിയാണ് എടുത്തിരിക്കുന്നത്. ആവോലി ഒരു മീഡിയം സൈസുള്ള ആവോലി ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തതേ ഇങ്ങനെ വരഞ്ഞു വെച്ചിരിക്കുവാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പ്ലസ് നമുക്ക് സാൾട്ടും ഉപ്പും ചേർക്കണം. ഉപ്പിച്ചിരി കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല, കാരണം നമ്മൾ ഇതിനെ പിന്നീട് ഗ്രേവിയിലേക്ക് ആക്കുക ചെയ്യുന്നത്. അപ്പം ആ ഗ്രേവിക്ക് ഉപ്പ് കുറച്ചിട്ടായാലും മതി, കുഴപ്പമില്ല. സോ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി തേച്ച് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതലും നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന കറി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫിഷ് കറി ഒന്നുകിൽ തേങ്ങ അരച്ചിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മുളകിട്ട് ആ ഒരു രീതിയിലാണ് വയ്ക്കുന്നത്. ഫിഷ് മോളി അങ്ങനെ നമ്മൾ വല്ലപ്പോഴും അങ്ങനെയല്ല എപ്പോഴും ഒന്നും ഉണ്ടാക്കാറില്ല. പക്ഷേ ഫിഷ് മോളിയും എന്താ പറയണ്ടേ, കൂടുതലും ഞാനിപ്പോൾ പറഞ്ഞായിരുന്നു അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെയാണ്, ചോറിൻ്റെ കൂടെയും നല്ലത് തന്നെയാണ്. പക്ഷേ കൂടുതലും കോമ്പിനേഷനായിട്ട് നമുക്ക് തോന്നുന്നു അപ്പത്തിൻ്റെ ഒക്കെ കൂടെ തന്നെയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനും ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വിരുന്നുകാരൊക്കെ വരുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ലൊരു അടിപൊളി ഒരു ഡിഷ് തന്നെ ഇത്. അപ്പോൾ ഞാനിത് മഞ്ഞളും ഉപ്പും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനി കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ അന്നേരത്തേക്കും നമുക്ക് ഇതിന് വേണ്ടിയുള്ള ഗ്രേവി പ്രിപ്പയർ ചെയ്യാം. അപ്പം ഇത് കുറച്ച് നേരം ഞാനിവിടെ വെക്കുകയാണ്. അപ്പോൾ ഗ്രേവിക്ക് വേണ്ടിയുള്ള ഐറ്റംസ് എല്ലാം റെഡിയാണ്. ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഐറ്റംസ് ഒന്നുമില്ല. ആസ് യൂഷ്വൽ നമ്മുടെ ജിഞ്ചർ ഗാർലിക്ക് വേണം, പച്ചമുളകും ജിഞ്ചർ ഗാർലിക്കും, കറിവേപ്പില, കുറച്ച് ഉലുവ, പിന്നെ ഏലക്ക ഒരു 1-2 എണ്ണം വേണം. പിന്നെ ഇതിന് മെയിനായിട്ട് വേണ്ടതെന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ്. അപ്പം ഞാൻ 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്, 1-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുടംപുളിയാണ്, 2-3 കുടംപുളി. പിന്നെ തക്കാളി എന്തായാലും വേണം. തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. അനീഷേട്ടാ കട്ട് ചെയ്ത് കഴിഞ്ഞോ? ഇങ്ങോട്ടേക്ക് തന്നേക്ക്. അപ്പം തക്കാളി അനീഷേട്ടൻ അടിപൊളിയായി വട്ടത്തിലൊക്കെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം ഇത്രയും ഐറ്റംസാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് അതിൻ്റെ ഗ്രേവി ഒന്ന് പ്രിപ്പയർ ചെയ്യാം. സോ അപ്പോൾ നമുക്ക് ഫിഷ് മോളിയിലേക്കുള്ള റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മുടെ വെളിച്ചെണ്ണ അങ്ങ് ഒഴിക്കാം. വെളിച്ചെണ്ണ ഒരു 3 ടീസ്പൂൺ വേണ്ടി വരും. സോ ഓൾറെഡി ചട്ടി ചൂടായിട്ടിരിക്കുക കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുകില്ല കേട്ടോ, ഇതിനകത്ത് കടുകില്ല, ഉലുവേ ഉള്ളൂ. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ, പിന്നെ നമ്മുടെ ഏലക്ക ഒരു 4 പീസ്
4 പീസ് ഞാൻ ഇട്ട് കൊടുക്കുവാണ്. വേണമെങ്കിൽ പൊട്ടിച്ചിട്ടിടാം. സോ ഏലക്ക ജസ്റ്റ് ഒന്ന് കീറിയിട്ടാണ് ഇടുന്നത്. ഒരു 4 ഏലക്ക ഇട്ട് കൊടുത്തു. ഒന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കാം ഞാൻ. ഇത്രയും ഒരു ചെറിയ പീസ് വരുന്ന ഒരു ഇഞ്ചിയും ഒരു 10 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, സ്ലൈസ് ചെയ്ത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ പച്ചമുളക് ഒരു 4 5 പച്ചമുളക്, ഞാനൊരു 4 പച്ചമുളക് എടുത്തിരിക്കുന്നത്, കീറി ഇങ്ങനെ തന്നെ ഇടണം. പിന്നെ നമ്മുടെ കറിവേപ്പില, ഇത് നന്നായിട്ട് വഴന്ന് വരണം. അപ്പം ഞാൻ ഇതിന് വേറെ നമുക്ക് മുളക് പൊടിയൊന്നും ചേർക്കണ്ട. ഇതാകെ നമ്മൾ ചേർക്കുന്നത് ഈ പച്ചമുളക് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഒരു മുളക് മാത്രം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് 4 5 ചേർത്താലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ടത് കുടംപുളിയാണ്. അപ്പോൾ കുടംപുളി എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ മീനിന് നന്നായിട്ട് ഉപ്പ് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഇത്തിരി ഉപ്പും ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സോ ഇനി നമ്മൾ വെച്ചിരിക്കുന്നത് മെയിനായിട്ട് നമ്മുടെ തേങ്ങാപ്പാൽ, 2ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു 3 പീസ് കുടംപുളിയും കൂടി ഇടുവാണ്. ഇത് നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ മീനൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. അപ്പം ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യേണ്ട അത്രയ്ക്ക് ജസ്റ്റ് ഒരു ഗ്രില്ല് രീതിയിൽ എടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വെളിച്ചെണ്ണ വേണ്ട. ഒന്ന് ഗ്രില്ല് ചെയ്യാം. ചൂടായിട്ടില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ആകണം. അപ്പോഴത്തേക്കും നമുക്ക് ഇതൊന്ന് തിളയ്ക്കണം. സോ ഇത് ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റ്സ് അപ്പുറം ഇപ്പുറം തിരിച്ചിട്ടിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ടോട്ടൽ 5 മിനിറ്റ്സ്. സോ ഇപ്പോൾ ഓൾറെഡി ഒരു 2 മിനിറ്റായി. അപ്പോൾ ഞാനതൊന്ന് തിരിച്ചിടും ഇനി പയ്യെ. അപ്പം നമ്മുടെ 2ാം പാൽ ഒഴിച്ചത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ 1ാം പാലിനി ഒഴിച്ചു കൊടുക്കാം. സോ 1ാം പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് കുറുകി വരണം. അപ്പോൾ അതവിടെ കഴിയട്ടെ. ഇതിൻ്റെ ഇടയ്ക്ക് എന്തായാലും ഞാൻ ഈ ഇടിയപ്പം കൂടി ഒന്ന് റെഡിയാക്കി വെക്കട്ടെ. അപ്പം ഈ മീൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് നമുക്ക് കുറുക്കിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒന്ന് ഗ്രില്ല് ചെയ്തു എന്തായാലും കുറച്ചുകൂടി ടേസ്റ്റിന് വേണ്ടി. അപ്പോൾ ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് എടുത്ത് അതിലേക്ക് ഇടാം. ഇത് ഇനിയിപ്പം ഈ തേങ്ങാപ്പാൽ കിടന്ന് കുറുകി ഇതിൻ്റെ എരിവും പുളിയും എല്ലാം ഈ മീനിലേക്കും കൂടി പിടിക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് സമയം ഒരു 10 മിനിറ്റിനെ ഒന്ന് കുറുകാൻ വേണ്ടി വെക്കേണ്ടി വരും.
ഓൾറെഡി ഫിഷ് കുക്ക്ഡ് ആണ് ആക്ച്വലി. അപ്പം ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് 10 മിനിറ്റ് അടച്ചൊന്ന് വെക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇനി ഇതിനകത്ത് ടൊമാറ്റോ ചേർക്കാനുണ്ട്. ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ടൊമാറ്റോ ചേർത്തില്ല. അപ്പോൾ ടൊമാറ്റോയും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ഇതിനകത്ത്. എന്നിട്ട് ഞാൻ ഇനി അതും കൂടി അങ്ങ് ചേർക്കും. സോ ഒരു 2 സെക്കൻഡ്. അപ്പോൾ ഇത് മുക്കാൽ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഗ്രില്ല് ചെയ്തിരിക്കുന്ന ഈ ടൊമാറ്റോയും കൂടി ഇതിലേക്ക് ഇനി ഓരോന്നായിട്ട് ചേർക്കുവാണ്. ഞാനിത് ഫുള്ളി ചേർക്കുന്നില്ല. ഇതിപ്പോൾ 2 ടൊമാറ്റോ ഉണ്ടായിരുന്നു. 1 ടൊമാറ്റോ മതി ആക്ച്വലി. ഞാനിതിൻ്റെ പകുതിയാണ് ചേർക്കുന്നത്. സോ നമ്മുടെ ഫിഷ് മോളി കുറുകി മീനിലൊക്കെ പിടിച്ച് ടൊമാറ്റോയും എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ലാസ്റ്റത്തെ നമ്മുടെ പൊടിക്കൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കണം. സോ അതാണ് നമ്മുടെ ലാസ്റ്റത്തെ. സോ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് തൂകി കൊടുക്കുക. അപ്പം നമ്മുടെ ഫിഷ് മോളി റെഡിയാണ്. ഇനി നമുക്ക് കഴിച്ചാൽ മതി. അപ്പോൾ എൻ്റെ ഇടിയപ്പവും ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇടിയപ്പവും ഫിഷ് മോളിയും കൂടി ഇനി എടുത്തൊന്ന് കഴിച്ച് നോക്കാം. അപ്പം നമ്മുടെ ഫിഷ് മോളി അടിപൊളിയായിട്ട് റെഡിയായി വന്നു. ഇനിയിപ്പം ഇടിയപ്പം കൂടി എടുക്കാം. ഇടിയപ്പവും ആവി പറക്കുന്ന ഇടിയപ്പം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി പയ്യെ ഞാനിത് എടുക്കട്ടെ. ഇനി നമ്മുടെ ഫിഷ് കറി. നമ്മുടെ ആവോലിയും കൊതിയൂറുന്ന ഇടിയപ്പവും ആവോലി ഫിഷ് മോളിയും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എന്നത്തെയും പോലെ തന്നെ ഞാൻ അനീഷേട്ടനെ തന്നെ വിളിച്ചാണ് ടേസ്റ്റ് ചെയ്യിപ്പിക്കത്തുള്ളൂ. ഇങ്ങോട്ട് പോരെ. അനീഷേട്ടനല്ല എല്ലാത്തിനും കുറ്റം. ഐ മീൻ കറക്റ്റായിട്ട് നമ്മൾ എന്താ പറയണ്ടേ, എന്തുണ്ടെങ്കിലും കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലാന്നും കൊള്ളുമെങ്കിൽ കൊള്ളൂന്ന് പറയുന്ന ഒരാളാണ്. കൊള്ളൂന്ന് പറഞ്ഞാലും ഇടയ്ക്ക് കുറ്റം പറഞ്ഞു ഉണ്ട്, സ്വഭാവമുണ്ട്, എസ്പെഷ്യലി ഫുഡിൻ്റെ കാര്യത്തിൽ. ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട സാധനം തന്നെയാണ് കേട്ടോ. എസ്പെഷ്യലി നമ്മുടെ ക്രിസ്മസ് ഒക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഈവനിങ് ഡിന്നർ ലഞ്ചിന് നമുക്ക് ചോറിന്റെ കൂടെ നമുക്ക് വേറൊരു ഡിഷായിട്ട് എനിക്ക് തോന്നുന്നു അപ്പത്തിന്റെ കൂടെ കുറച്ചുകൂടി നല്ലതായിരിക്കും. ചോറിന്റെ കൂടെ കൊള്ളാം. കാരണം പുളിയും എരിവും പിന്നെ ഒരു ചെറിയൊരു മധുരവും തേങ്ങാപ്പാലിന്റെ മധുരം എല്ലാം കൂടെ കൂട്ടി അപ്പം സാധനമാണ്. അപ്പോൾ എന്നാ കഴിച്ചു കൊണ്ടുപോയി. അപ്പം നല്ല അടിപൊളി സാധനമായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നിങ്ങളെ വിളിച്ചു കൊടുത്തു നോക്കാം. ഓടി വന്നേ, പെട്ടെന്ന് ഒരു സാധനം തരാം. വീഡിയോയിലാണ് ടേസ്റ്റ് ഉണ്ടോ? ഫിഷ് മാത്രം കൊടുത്തു നോക്ക്. ഫിഷ് ഇതാണ് ആവോലി, ഫിഷ് മോളി ആവോലി. നന്നായിട്ടുണ്ടാ? It's really soft and white. Yum. Is it good? It's a little spicy. No, zero spicy. It's from the barbecue, like fish. നമ്മളത് ഗ്രില്ല്, ഐ മീൻ ലൈക്ക് നമ്മൾ ഗ്രില്ല് ചെയ്തിട്ട്. No, it's soft. It's soft. Yeah. നമ്മളത് വേണമെങ്കിൽ ഈ ഫിഷ് മോളിയിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫിഷ് ചേർക്കാം, അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തിട്ട് ചേർക്കാം. അപ്പം ഇതിപ്പോൾ ഞാൻ ഗ്രില്ല് ചെയ്തിട്ട് ചേർത്തുകൊണ്ടാണ് അവർ പറയുന്നത് ആ ബാർബിക്യൂവിൻ്റെ ഒരു മോഡ് ഒരു കുറച്ച് ടേസ്റ്റ് വന്നിട്ടുണ്ടെന്ന്. പക്ഷേ അടിപൊളിയായിട്ടുണ്ട് സംഭവം, കുഴപ്പമൊന്നുമില്ല. ഉപ്പും എല്ലാം ഓക്കെയാണ്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ക്രിസ്മസിന് വേണ്ടി ഒരു എന്താ പറയണ്ട ഉണ്ടാക്കാം. ക്രിസ്മസിന് വേണ്ടി എന്നല്ല, അല്ലെങ്കിൽ തന്നെ ഇടയ്ക്കൊന്ന് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു, അതും പെട്ടെന്ന് ഉണ്ടാക്കാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്ന ഒരു സമയം മാത്രം ഒരു ഡിലേ വരത്തുള്ളൂ, ബാക്കിയെല്ലാം പെട്ടെന്ന് തന്നെ ആക്കാവുന്നതാണ്, നമ്മൾ സാധാരണ മീൻകറി ഉണ്ടാക്കുന്ന പോലെ. അപ്പം
ആവോലിയേക്കാളും വിലയാണ് തക്കാളിക്ക്. അതുകൊണ്ട് അത് ശരിയാ. കോസ്റ്റ്ലി ഫിഷ് കറി ആയിട്ടുണ്ട് ഇത്. ടൊമാറ്റോയ്ക്ക് ഇപ്പോൾ കുറച്ച് വില കൂടുതലാണല്ലോ, അപ്പോൾ ഇത്തിരി കോസ്റ്റ്ലി ഫിഷ് കറി തന്നെയാണ്. അപ്പോൾ എന്താ പറയണ്ടേ, നെക്സ്റ്റ് ടൈം നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റൊക്കെ അയക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഫിഷ് മോളിയും ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം എന്താ വെച്ചാൽ അനീഷേട്ടൻ അടാർ ഐറ്റം എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയത്തില്ല, എന്തുവ കൊടുത്താലും എന്തെങ്കിലും ഒരു ഇത് കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ അടിപൊളിയായിരിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. സോ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെ എപ്പോഴും ആദ്യം പറയുന്ന പോലെ സ്മാഷ് ഓൺ ദ ലൈക്ക് ബട്ടൺ. സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഈസ് ബൈ ഫ്രം രശ്മി.